സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇവിടെയും ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു വേറൊരു നോമ്പ് തുറ സ്പെഷ്യലാണ്. അതെന്താണെന്ന് ഞാൻ കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഞാൻ എന്തുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ എനിക്ക് അതിലൂടെ അറിയിക്കണം. അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാണ്ട് വാട്സപ്പിൽ ആരും എനിക്ക് മെസ്സേജ് അയക്കണ്ട. വാട്സപ്പ് ഞാനിപ്പോൾ ഉപയോഗിക്കാറേ ഇല്ല. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഞാൻ യൂട്യൂബിൽ ഇടുന്നത്ര ശ്രദ്ധിക്കലില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ നോക്കലുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈന്തപ്പഴം. ഈന്തപ്പഴം നമ്മൾ നോമ്പുറക്കുമ്പോൾ കഴിക്കല്ലേ, കാരക്ക. ഇത് ഈന്തപ്പഴം. അപ്പം അതെന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. ഈന്തപ്പഴം ഞാൻ ഇവിടെ കുറച്ച് എടുത്തിങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം ഇതിങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ബദാം കാണിക്ക്. ബദാം ഇതിൽ ഓരോന്ന് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കും. പൊളിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ അടയ്ക്കണം. ഇതിങ്ങനെ യോജിപ്പിച്ച് അടച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കണം. പിന്നെ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നതിൽ പച്ചരി ഒരു ഗ്ലാസ് എടുത്ത് ഒരു 3-4 മണിക്കൂർ കുതിർത്തിയിട്ട് അത് അരച്ചതാണ്. ഇതല്ലേ, ഇതുപോലെ പാകത്തിന് നമ്മൾ അരച്ചെടുക്കണം. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്കയും കൂടി ഇട്ട് നല്ലപോലെ അരച്ച് ഈ പരുവാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. പച്ചരിയാണ്, അതിൽ മൈദപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഇത് അരച്ചെടുത്ത മാവാണ്. ഇത് ഞാൻ അരച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുക. അത്ര സമയം പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് അരച്ച് വെച്ചത്. മനസ്സിലായില്ലേ? അരിപ്പൊടിയല്ല. അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ കുറച്ച് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിങ്ങനെ വെക്കുക. ബദാം കുരു മാറ്റിയിട്ട് ബദാം ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കുക. അറിയാലോ, ബദാം ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് വെക്കുക. അല്ലാണ്ട് കുരു എന്താണെങ്കിലും മാറ്റി വെക്കും. കുരു കളയണം. മനസ്സിലായില്ലേ? ബദാമില്ലെങ്കിൽ ചെറിയ ഇപ്പോൾ അണ്ടിപ്പരിപ്പാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു അണ്ടിപ്പരിപ്പ് രണ്ടാക്കിയിട്ട് ഒരു പുളർപ്പ് വെച്ചാലും മതി. മനസ്സിലായി? ഇപ്പോൾ അതിനിപ്പോൾ അണ്ടിപ്പരിപ്പാണെങ്കിലും ആൾക്കാർക്ക് ക്ഷാമമുള്ളവരുണ്ടാവില്ല. എല്ലാവർക്കും ഇപ്പോൾ ഇതൊക്കെ മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പം അതിങ്ങനെ. അപ്പം ഞാനിത് വേഗം ഞാനിതൊന്ന് ഉള്ളിലോട്ടൊന്ന് വെക്കട്ടെ. അപ്പം ഞാൻ ഇതുണ്ടില്ലേ, ഇതിൽ ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് ഈന്തപ്പഴം. ഇതിൽ ഞാൻ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ഞാൻ വേഗം ഒന്ന് ഇതിൽ നിറച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണത് കാണിക്കാം. മനസ്സിലായതല്ലേ? ഇനിയിപ്പോൾ കാണിക്കാനൊന്നുമില്ലല്ലോ. ഇതുപോലെ നിറയ്ക്കണം. ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ അത് വേഗം ഒന്ന് നിറച്ചെടുക്കട്ടെ. അപ്പോൾ ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഇതിലോട്ട്. അപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്ന് ക്യാമറ കണ്ടുണ്ടോ, ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലെല്ലാത്തിലും ഞാനിങ്ങനെ അണ്ടിപ്പരിപ്പ് ബദാം വെച്ചിട്ടുണ്ട്. ഇത്രയും അത്യാവശ്യം ഉണ്ട്. കാരണം ഇത് എൻ്റെ റസൂന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതൊക്കെ പിന്നെ കുട്ടികൾക്ക് നല്ലതാണല്ല, ഹെൽത്തി അല്ലേ. അപ്പം ഞാൻ അതുകൊണ്ടിട്ടാണ് ഇത് കൂടുതൽ കാണിക്കുന്നത്. ഇതിലോട്ട് നമ്മൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലാണ് എന്താണ്, ബ്രൗൺ ഓയിലാണ്. അതാണ് ഈ കളറ് തോന്നിക്കുന്നത്. കൊളസ്ട്രോൾ ഫ്രീ ആണ് അത് 100%. ഇതിലൊരു കരട് വീണു. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് പെറുക്കിയിടാം കേട്ടോ. പിന്നെ വേഗം പൊരിച്ചെടുക്കാമല്ലോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കണ്ട. അത് കുറച്ച് കോരി കഴിഞ്ഞിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. അപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഓരോന്ന് ഇങ്ങനെ കോരിയിടാം. നമ്മൾക്ക് താഴെ ചിലപ്പോൾ ഇട്ടോട്ടെ. ഞാൻ എടുക്കുന്ന പാത്രം പൊട്ടിപ്പിടിക്കാം. ഇത് അരി അരച്ചിട്ട് തന്നെ, പച്ചരി അരച്ചിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. അല്ലാണ്ട് മൈദപ്പൊടിയിലൊന്നും ഇത് ഉണ്ടാക്കരുത്. ഇത്
ഇതെൻ്റെ ഈ റെസിപ്പി എനിക്കറിയാം. എന്നിരുന്നാലും ഇങ്ങനെ അരി അരച്ചിട്ട് ഉണ്ടാക്കണം എന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഖദീജ റഹ്മാനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അരി അരച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇത്ര നാൾ ചെയ്തത് വേറെ രീതിയിലായിരുന്നു. പക്ഷെ ഇത് ഞാൻ അവർ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഇന്നത്തെ ഈ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. ആവട്ടെ. അപ്പം ഇത് നമുക്ക് മറിച്ചിടാനായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ആവും. ഇത് പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് കിട്ടും. ഒന്നാമത് ഈ പാൻ അങ്ങനത്തെ പാനാണ്, പെട്ടെന്ന് ചൂടാവണ പാനാണിത്. മൊരിഞ്ഞ് വരട്ടെ. ഞാൻ 2-3 സൈഡിൽ ഇട്ട് കൊടുത്തു. അവിടെ ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് ഇതിപ്പോൾ നമ്മൾക്ക് കോരിയെടുക്കാം. എനിക്ക് എപ്പോഴും അത് ഈ ഒരു കയ്യിൽ എൻ്റെ കൂടെ തട വെച്ചണ പോലെ വേണം. അതൊരു ബലത്തിന് ഇരിക്കണ പോലെയാണ്. ഇവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് ഇതിന്ന് കോരിയെടുക്കാം. അപ്പം ഞാൻ കൈ കൊണ്ടാണ് കോരിടുന്നത്. സ്പൂൺ കൊണ്ട് കോരിയിട്ടേ മാവ് ശരിക്കും പിടിക്കാത്ത പോലെ. അപ്പം ഞാൻ ലാസ്റ്റും കൂടി ഇതിലോട്ട് കോരിയിട്ടിട്ടുണ്ടേ. ഒന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഒത്തിരി ചുമന്നിട്ടില്ല, എന്നാലും ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ നല്ല സ്മൂത്ത് പോലെ ഇരിക്കും കഴിക്കുമ്പോൾ. ഞാൻ പല റെസിപ്പികളും ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നിട്ടാ. നോമ്പ് തോറ സ്പെഷ്യൽ എന്നൊക്കെ പണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണോട്ടാ. പിന്നെ ഞാൻ ഒത്തിരി ഇങ്ങനെ അടിച്ചു പൊളിച്ചുള്ളതൊന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. അതുകൊണ്ട് നമ്മളെല്ലാം വിചാരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് മരിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം റമളാനിക്ക് അടിപൊളി റെസിപ്പികളുമായിട്ട് ഞാൻ വരും. പിന്നെ എന്താണ് സമൂസ ഇടണമെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. സമൂസക്ക് ഇനിയിപ്പോൾ ഇടാനായിട്ടെന്ന് പറഞ്ഞാൽ ദിവസം കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ കുറച്ച് ഷൂട്ട് എടുത്ത് വെച്ച് പോയി. എന്നാലും ഞാൻ നോമ്പ് കഴിഞ്ഞായാലും നിങ്ങളുടെ മുന്നിൽ സമൂസ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് വെജിറ്റേറിയൻ സൂപ്പ് കാണിക്കണം എന്ന്. വെജിറ്റബിൾ സൂപ്പ് അതന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെജിറ്റബിൾ സൂപ്പ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ നോമ്പ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അതേപോലെ 1-2 റെസിപ്പികൾ ഓരോരുത്തരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ ഈ നോമ്പിന് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ച് പോയി. അപ്പൊ അതുകൊണ്ടിട്ടാണ്. അപ്പൊ പിന്നെ ഈ സമൂസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എടുക്കുന്നതല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സമൂസ കാണിക്കാതിരുന്നത്. അതിന് വരെ ഞാൻ കോഴിയുടെയൊക്കെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഇന്നലെ കണ്ടു. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഒരാഴ്ച പിടിച്ചു വെച്ച് പോയി. അപ്പൊ എന്താണ് ഞാൻ ആഴ്ചയിൽ 4 വീഡിയോ അല്ലേ ഇടുന്നുള്ളൂ. അതുകൊണ്ടിട്ടാണ്. അപ്പൊ അത് നിങ്ങൾ ക്ഷമിക്കണം. റമളാൻ കഴിഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ സമൂസ എത്തിക്കുന്നതായിരിക്കും. കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇത് ഞാനിവിടെ കോരി എടുക്കണേന്ന് ഫുള്ളായിട്ട്. പിന്നെ കുറേ പേര് എനിക്ക് വാട്സപ്പിൽ എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട്. പക്ഷെ വാട്സപ്പ് ഉപയോഗിക്കുന്നത് ഞാനല്ല. അപ്പം അത് ആളുകൾ വിചാരിക്കരുത് ഞാൻ അതെന്തുകൊണ്ടാണ് റിപ്ലൈ തരാത്തതെന്ന്. വാട്സപ്പ് ഉപയോഗിക്കുന്നത് എൻ്റെ മോനാണ് ആ ഫോൺ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പിന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ അവരെനിക്ക് തരും എന്നല്ലാണ്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ എനിക്ക് തരും. ഇനിയിപ്പോൾ മോനെ വെച്ചിട്ട് ഫോൺ ചെയ്യാതിരിക്കണ്ട, മോൻ തരും.
പക്ഷെ വാട്സപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാന്നല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ല വാട്സപ്പ് ഒന്നും ഉപയോഗിക്കണത്. അപ്പം നമ്മളിവിടെ ഈന്തപ്പഴം ഫ്രൈ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. അപ്പം ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ നോമ്പ് തുറ സ്പെഷ്യല് ഞാൻ പറഞ്ഞ പോലെ തന്നെ അണ്ടിപ്പരിപ്പും ബദാം ഇല്ലെങ്കിലും ഒരു അണ്ടിപ്പരിപ്പ് രണ്ടാക്കി പുളർന്നിട്ടുള്ളിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കണേ. നല്ല ടേസ്റ്റ് അല്ലേ? നോമ്പ് കാലത്തല്ലെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ കേട്ടാ. അപ്പോൾ പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടിട്ട് താങ്ക് യു.